അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇന്ന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ വെറുതെ ആയില്ല. നമ്മൾ ഏകദേശം 1.5 kg തേർഡ് ഡേ ആകുമ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ സാലഡൊക്കെ ആയിരുന്നല്ലോ കഴിച്ചത്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ സാലഡിൻ്റെ കുറച്ച് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു പോർഷൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗള് ചന മസാല. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചാലഞ്ചൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡേ 3 ആണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ജസ്റ്റ് വെറുതെ ഞാൻ ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. കാരണം ഇന്നലെ ഞാൻ സാലഡായിരുന്നു കഴിച്ചത്. അതും 5:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇന്ന് എന്തായാലും വെയിറ്റിലൊരു ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ അത് എത്രയാണെന്ന് അറിയാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നോക്കിയതാണ്. അപ്പോൾ ഏകദേശം 1.5 kg ഞാൻ ഇപ്പോൾ തന്നെ റെഡ്യൂസ് ആയിട്ടുണ്ട്. 56.4 ആയിരുന്നു സ്റ്റാർട്ടിംഗ് വെയിറ്റ്, ഇപ്പോൾ 55 ആയിട്ടുണ്ട്. ഇനി നമ്മൾ 53 എത്തിച്ചേരണം. 53 അല്ലെങ്കിൽ 53.5 എത്തിച്ചേരണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഓൾറെഡി 1.5 kg റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി ഹാപ്പിയാണ് ഞാൻ. നമ്മൾ എത്രയൊക്കെ അൺഹെൽത്തി റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു തിരിച്ചു വരവുണ്ട് എന്ന് കാണിക്കുന്ന കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഇതൊക്കെ. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില മാസങ്ങളിലൊക്കെ ഒട്ടും നമുക്ക് നമ്മുടെ റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് കംപ്ലീറ്റ്ലി നോർമലാണ്. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ ലൈഫ് പോകണമെന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പറ്റും. ശരിക്കും നമ്മളൊരു പ്രോപ്പർ റുട്ടീനിലോട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 days കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണിക്കും എന്നുള്ളതിന് എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. എക്സാമ്പിളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2024 എൻഡ് ആവുന്നതിനുള്ളിൽ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരുപാട് വെയിറ്റ് ഒന്നും കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആവാൻ നമുക്ക് സാധിക്കും. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ മെൻ്റലി ഫിസിക്കലി കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഓരോ ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ എപ്പോഴും ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കാറ്. ആദ്യമൊക്കെ പണ്ടൊക്കെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് വെയിറ്റ് കുറയ്ക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അതല്ല. നമ്മൾ മെൻ്റലി ഫിസിക്കലി ഹാപ്പി ആയിരിക്കുക, അതുപോലെ തന്നെ കുറച്ചും കൂടെ നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ആവുക, കുറേ കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക, കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടിരിക്കുക, അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ജേണിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ജേണിയാണ്. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള മാത്രം ആയിട്ടുള്ള ആ ഒരു എയിം മാത്രമായിട്ടുള്ള ചാലഞ്ചുകളല്ല ഞാൻ ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രാഷ് ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്ത് ഒരു 10 days കൊണ്ട് തന്നെ 10 kg കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന പാറ്റേണുകളാണ്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എല്ലാവരും വെയിറ്റ് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പലരും ഡീമോട്ടിവേറ്റഡ് ആവും വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ചെക്ക് ചെയ്തവരൊക്കെ തന്നെ ഒന്ന് എന്നെ അപ്ഡേറ്റ് ചെയ്യുക. 3 daysനുള്ളിൽ നിങ്ങൾക്ക് എത്ര മാറ്റം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ കുറയുന്ന ആ വെയിറ്റ് കണ്ടിട്ട് നിങ്ങൾ ഒട്ടും എക്സൈറ്റഡ് ആവരുത്, കാരണം അത് വാട്ടർ വെയിറ്റ് ആണ്. ശരിക്കും ഫാറ്റ് ഡിക്കിങ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും വെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് താഴെ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതാണ് ഈ ഒരു രീതിയിലൂടെ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. വീണ്ടും ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കണ്ടിന്യൂഷനായിട്ട് കൊണ്ടുപോവുക, അതുപോലെ തന്നെ വർക്കൗട്ട് പാറ്റേണും കണ്ടിന്യൂഷനായിട്ട് കൊണ്ടുപോകുക. ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു വഴി. വേറെ കുറുക്ക് വഴികളൊന്നും വണ്ണം കുറയ്ക്കാനായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്ന ഇന്ന് ഞാൻ റൈസ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തി ആയിരുന്നു കഴിച്ചത്. ഉച്ചയ്ക്ക് ഒരു സാലഡ് കഴിക്കാനാണ് വിചാരിക്കുന്നത്. ആ സാലഡും റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് പേരക്കയാണ് കേട്ടോ. അപ്പോൾ പേരക്ക നമുക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഫ്രൂട്ടാണ്. ഹൈ ഫൈബർ കണ്ടൻറ്റാണ്. പിന്നെ മെറ്റബോളിസം ഒക്കെ നല്ലപോലെ ലോ ആയിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് ആ ഒരു മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡൈജഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വളരെ ലോ കലോറി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരു പേരക്കയിൽ ഏകദേശം ഒരു 40 calories ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു മിഡ് മോർണിംഗ് സ്നാക്കാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സാലഡ് റെസിപ്പി നോക്കാം. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഇതൊരു 450 gram ചിക്കൻ ഉണ്ട്. അതിനകത്ത് വേണ്ടുന്ന മസാലാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 30 minutes മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു 100 gram ചിക്കനേ നമുക്ക് സാലഡിന് വേണ്ടുള്ളൂ. ബാക്കി ഞാൻ വേറെ തന്നെ കുക്ക് ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് കുക്ക് ചെയ്യുമ്പം കഴിയുന്നതും ബട്ടറിൽ കുക്ക് ചെയ്യാനായിട്ട് നോക്കുക. അത് ഒരുപാട് ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണ്ട. കുറച്ച് അത്യാവശ്യം ഒന്ന് നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്കൊരു 3 tablespoon യോഗേർട്ട് വേണം. പ്ലെയിൻ യോഗേർട്ട് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ടൊക്കെ യൂസ് ചെയ്യുക. പുളി ഇല്ലാത്തത് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ 1 tablespoon ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 1 tablespoon ഹണി ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിനകത്ത് കുറച്ച് ഹെർബ്സും കൂടെ ആഡ് ചെയ്യണം. കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക, കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക, കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, നല്ലൊരു ഫ്ലേവറാണ്, കഴിയുന്നതും ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇന്നലെ നമ്മൾ പനീറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മിക്സിയിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇന്ന് ജസ്റ്റ് കൈ വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമോ അല്ലാതെയോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ആഡ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിച്ചത്. റൈസും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇത് തന്നെ നല്ലൊരു എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീലാണ്. നല്ല രീതിയിൽ പ്രോട്ടീനും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഇന്ന് കഴിച്ചത് ഒരു പുഴുങ്ങിയ പഴമാണ് കേട്ടോ. ഇന്ന് എനിക്ക് നല്ലപോലെ ഫില്ലിംഗ് ആയിരുന്നു, ശരിക്കും വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡിന്നർ കുറച്ചും കൂടെ ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ABC ജ്യൂസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ABC ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒരു ഹാഫ് ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ആപ്പിൾ, പിന്നെ ആവശ്യത്തിന് ഹണി, ഒരു ഹാഫ് ചെറുനാരങ്ങ, പിന്നെ ടെർമറിക്ക് നമുക്ക് എന്താ പറയുക റൂട്ടായിട്ട് കിട്ടിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ടെർമറിക്കിൻ്റെ ഒരു പിഞ്ചോ അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂണൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മളൊരു ബ്ലെൻഡറിലിടുക, നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഹണി, ടർമറിക്ക് അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ. അപ്പോൾ ഇന്നത്തെ ഡേയും ഫിനിഷായി. അപ്പോൾ ഇന്നൊരു 5 മണിയാകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു, ABC ജ്യൂസ്. അതിനുശേഷം ഒരു 6 മണിയാകുമ്പോഴാണ് ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്തത്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ അപ്ഡേറ്റ് എന്ന് പറയുമ്പം ഹൈഡ്രേഷൻ പാർട്ടാണെങ്കിൽ ഞാൻ കുറച്ചധികം വെള്ളം, ഇന്ന് ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം വരെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കൗട്ട് ആണെങ്കിൽ 30 മിനിറ്റ്സ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഡയറ്റ് പ്രോപ്പർ ആയിരുന്നു. കുറച്ച് നേരത്തെ ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളത്തെ ദിവസത്തെ അപ്ഡേറ്റിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ.